2 ദിവസമായി സമദ് ഉസ്താദിന്റെയും റുസ്തമോളുടെയും വൈറൽ വീഡിയോയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം. ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത് പ്രചരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മലയാളി സമൂഹത്തിന് ചില കാര്യങ്ങൾ തമാശയാണ്, എന്നാൽ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് നാം കളിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി എന്നെ ട്രോളാൻ നിൽക്കുന്നതിന്റെ മുൻപേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അവരുടെ വിവാഹ ആ ഒരു വേദിയിൽ അവരുടെ സുഹൃത്തുക്കള് ആ ഉസ്താദിനെയും അവരുടെ ഭാര്യയെയും കുറിച്ച് പാടിയ ഈ ഒരു ഗാനം ഇത്രമാത്രം അത് വൈറലാകാൻ സോഷ്യൽ മീഡിയയാണ് കാരണം. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന എത്രമാത്രമുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഈ ഒരു പാട്ട് അവിടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കാതെ സമൂഹത്തിൽ ആ കുടുംബത്തെ വളരെ മോശമാക്കുന്ന തരത്തിൽ പല ആളുകളെയും കണ്ടു. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ 100% പെർഫെക്റ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ 100% നിങ്ങൾ ഓക്കെയാണോ? അതിനുശേഷം ഏതോ ഒരു സുഹൃത്ത്, ആ പാട്ട് പാടിയ ഉസ്താദിന്റെ ഒരു സുഹൃത്ത് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കി. നമ്മുടെ വിശ്വസ്ത ഗായകൻ അഹമ്മദ് കുട്ടി കൊടുക്ക കണ്ടോളി, നീ കണ്ടില്ലെന്ന് പറയണ്ട അല്ലേ? ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വീഡിയോയിൽ ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ പോലും ഈ കാണുന്ന സുഹൃത്ത് സംസാരിച്ചപ്പോൾ ആ ഉസ്താദ് പറയുന്നുണ്ട്, നിങ്ങൾ ദുആ ചെയ്യുവിൻ. അത്രയും മാനസികമായി തളർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം പറയുന്നത് എന്താ? ആ വീഡിയോ എടുത്താണ് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന് നമുക്കറിയാം. എന്നാലും തൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ് ഇതിനെ ഏറെ സങ്കടപ്പെടുത്തിയതും നമ്മുടെയൊക്കെ മനസ്സിനെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയായത്. അതായത് നിങ്ങൾ ദുആ ചെയ്യുവിൻ. അറിഞ്ഞോ അറിയാതെയോ അവരുടെ സുഹൃത്തുക്കൾ ചെയ്ത ഒരു ഗാനം, അല്ലെങ്കിൽ ഇത്രമാത്രം വൈറലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ഗാനം ഏറ്റെടുത്ത് മലയാളി സമൂഹം ഒന്നടങ്കം പാടിയപ്പോൾ അതിന്റെ പിറകിൽ മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഞാനും നിങ്ങളും 100% പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിലങ്ങടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.